ആശാ വർക്കേഴ്സിന്റെ സമരത്തെ കുറിച്ചാണ്. അവർ 32 ദിവസമാവുകയാണ് പ്രതിഷേധ പൊങ്കാലയിടാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതെ, പ്രതിഷേധ പൊങ്കാലയിട്ട് എന്തായാലും ആ പ്രതിഷേധം അറിയിക്കാൻ തന്നെയാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. പ്രതിഷേധത്തിന്റെ മാത്രം ഭാഗമായല്ല, വിശ്വാസത്തിന്റെ കൂടി ഭാഗമായാണ് പൊങ്കാല എന്ന് സമരക്കാർ പറയുന്നത്. മേഘന അവിടെ പോയിരുന്നു അല്ലേ? തീർച്ചയായിട്ടും. കഴിഞ്ഞ ഈ 30 ദിവസങ്ങളായി ഈ ആശാവർക്കർമാരുടെ പ്രശ്നങ്ങൾ കേട്ട ഒരാളാണ്. സലീം തന്നെ പറയും. സലീം, കഴിഞ്ഞ 32 ദിവസമായി ആശാവർക്കർമാർ സമരം ചെയ്യുന്നു. ഇന്ന് ഒരു പ്രതിഷേധ പൊങ്കാലയിടാനുള്ള ഒരു നീക്കത്തിലേക്കാണ്. അവർ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഈ ഒരു ഉത്സവവും അവർ ഈ ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമായി ആക്കുകയാണല്ലേ? വിവരങ്ങൾ പ്രവിത. മേഘ്ന, കഴിഞ്ഞ 32 ദിവസമായി ആശാ വർക്കേഴ്സ് ഇവിടെ സമരം ചെയ്യുന്നുണ്ട്. നമ്മൾ ആ 32 ദിവസവും നമ്മൾ അവർക്കൊപ്പം ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഈ ഒരു പ്രതിഷേധ പൊങ്കാല എന്ന് ഒരർത്ഥത്തിൽ പറയാമെങ്കിൽ പോലും ഇവർ പറയുന്ന ആശാ വർക്കേഴ്സ് പറയുന്നത് ഇത്തവണ അതൊരു പ്രതിഷേധ പൊങ്കാലയായി മാറിയത് അവരുടെ ഗതികേടാണ്. ശരിക്കും സാധാരണഗതിയിൽ എല്ലാ വർഷവും പൊങ്കാല ഇടുന്നവരാണ്. നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രത്യേകിച്ചും പറ്റുമെങ്കിൽ ആറ്റുകാൽ അമ്പലത്തിന്റെ പരിസരത്ത് തന്നെ പൊങ്കാല ഇടുന്നവരൊക്കെയാണ്. പക്ഷേ ഇത്തവണ ഇവിടെ നിന്ന് മാറാൻ കഴിയാത്ത സാഹചര്യം കൊണ്ടാണ് ഇവിടെ പൊങ്കാല ഇടുന്നത് എന്നുള്ളതാണ് പറയുന്നത്. നമുക്ക് ചിലരെ ദൃശ്യങ്ങൾ കാണാൻ കഴിയും. ഇപ്പോൾ ആ ടാഗ് കൂടി ഇട്ടുകൊണ്ടാണ്, ആ ആശാ വർക്കേഴ്സിന്റെ ടാഗ് കൂടി ഇട്ടുകൊണ്ടാണ് ആ പൊങ്കാല സമരത്തിന് പങ്കെടുക്കുന്നത് എന്നുള്ളതാണ്. കാരണം ഒരേ സമയം വിശ്വാസവും അതേസമയം ഭക്തിയും, ഒരേ സമയം വിശ്വാസവും അതേസമയം പ്രതിഷേധവും എല്ലാം ഒന്നിച്ചു ചേരുന്നൊരു കാഴ്ച നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയും. ശക്തമായ വെയിൽ തിരുവനന്തപുരത്ത് നിന്ന് ഈ പൊങ്കാല ദിവസം ഉണ്ടാകും എന്ന് അറിയുന്നുണ്ട്. കഴിഞ്ഞ 32 ദിവസമായ വെയിലൊക്കെ സഹിച്ച് ഇരിക്കുന്ന ആശാ വർക്കേഴ്സാണ് ഇപ്പോഴുള്ളത്. ഇങ്ങനെ ഒരു പൊങ്കാല ഏതെങ്കിലും ഘട്ടത്തിൽ പ്രതീക്ഷിച്ചിരുന്നോ? ഈ ID കാർഡൊക്കെ ഇട്ട് ഒരു പ്രതിഷേധ സ്വഭാവത്തിൽ? ഒരിക്കലും പ്രതീക്ഷ. ഇത്രയും ദിവസം ഞങ്ങൾ മന്ത്രി ഇരിക്കുമെന്ന് ഞങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചു. ഇത്രയും ചൂടത്ത് ഞങ്ങൾ ഇരുന്നില്ലേ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച മാക്സിമം ഒരാഴ്ച, അതിനപ്പുറം ഈ സമരം നീണ്ടു പോകില്ലെന്നാണ് വിചാരിച്ചത്. അപ്പോൾ നീണ്ടു പോണോണ്ട് നമുക്ക് മന്ത്രിയുടെ മനസ്സൊന്ന് അലിയെ തണുക്കുകയും ചെയ്യണം. ഒരു നിമിഷം അവർ ഈ സമരപന്തലിൽ വന്ന് നോക്കുന്നത് മന്ത്രിയുടെ മനസ്സലിയും. അതിന് വേണ്ടിയിട്ടാണ് വിവിധ കാര്യങ്ങൾ ഞങ്ങൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് പ്രതിഷേധം മാത്രമല്ല, പ്രാർത്ഥന കൂടിയാണ് മന്ത്രിയുടെ മനസ്സലിയാനുള്ള. പിന്നെ ആറ്റുകാലമ്മയുടെ മുമ്പ് ഞങ്ങൾ അങ്ങേ അറ്റം പ്രാർത്ഥിച്ചുകൊണ്ട് മന്ത്രിയുടെ കണ്ണു തുറക്കണമെന്നും ഞങ്ങൾ ആവശ്യപ്പെട്ട ആവശ്യങ്ങൾ മന്ത്രി അംഗീകരിക്കണമെന്നും താഴ്മയായി അഭ്യർത്ഥിച്ചുകൊണ്ട് തന്നെയാണ് ഈ പൊങ്കാല ഞങ്ങൾ ഇവിടെ അർപ്പിക്കുന്നത്. ഇത് മുൻ വർഷങ്ങളിലൊക്കെ പൊങ്കാല ഇട്ടിട്ടുണ്ടോ? പിന്നെ ഞങ്ങൾ എല്ലാ പ്രാവശ്യവും അമ്മയുടെ നടയിലാണ് പൊങ്കാല ഇടുന്നത്. ഇപ്രാവശ്യം ഞങ്ങൾ വ്യത്യസ്തമായിട്ട് ഇവിടെയാണ് ഇടുന്നത്. കാരണം ഞങ്ങൾ ഈ സമരം തുടങ്ങിയപ്പോഴത്തേക്ക് പൊങ്കാല ഇടുന്നത് ഇവിടെ ആയിരിക്കും എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അതിനു മുൻപ് നിങ്ങൾക്ക് ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷേ ഇത്രയും സമരം നീണ്ടു പോകുന്നു ഞങ്ങൾ വിചാരിച്ചിട്ടില്ല. ഞങ്ങൾ ഏകദേശം ഒരു 10-12 ദിവസം ആകുമ്പോഴത്തേക്കും സമരം അവസാനിപ്പിക്കണം എന്ന് തന്നെയാണ് ഞങ്ങൾ വിചാരിച്ചിരുന്നത്. പക്ഷേ അത് നടന്നില്ല. അപ്പോൾ ഞങ്ങളുടെ അമ്മയുടെ പൊങ്കാലയും വന്നു. അപ്പോൾ എല്ലാം കൂടെ ഇവിടെ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇതെങ്കിലും കണ്ടെങ്കിലും ദയവ് ഇതൊന്ന് അലിഞ്ഞ് ഞങ്ങളുടെ ഈ സമരം ഒന്ന് അവസാനിപ്പിച്ച് തരണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. പത്മനാഭന്റെ മണ്ണിലും ദേവിയുടെ മണ്ണിലും ഒരു എന്ത് വിചാരിച്ചാൽ നടക്കാത്ത കാര്യമില്ലെന്നാണ് പൊതുവെയുള്ള പൂർവ്വര് പറയണം. അപ്പം മന്ത്രിയുടെ മനസ്സും അങ്ങനെ അലിയുമെന്നാണ് ഞങ്ങളൊരു പ്രതീക്ഷ. മേഘ്ന, പ്രവിത, ഈ പ്രതിഷേധം എന്നുള്ളത് മാത്രമല്ല, കഴിഞ്ഞ മുൻ വർഷങ്ങളിലൊക്കെ പൊങ്കാല ഇട്ടിരുന്ന കുറേ മനുഷ്യർ, കുറേ സ്ത്രീകളാണ് ഇവിടെ കഴിഞ്ഞ 32 ദിവസമായി സമരം ചെയ്യുന്നത്. ആ സമരത്തിനിടയിൽ ഇപ്പോൾ ഈ പ്രതിഷേധ പൊങ്കാല എന്ന നിലയിലേക്ക് മാറുകയാണ്. ഇത് പ്രതിഷേധമാണോ ഭക്തിയാണോ? ഇല്ല, പ്രതിഷേധമല്ല, ഭക്തിയാണ്. എന്നിരുന്നാലും ഞങ്ങൾക്ക് സങ്കടമുണ്ട്. പ്രതിഷേധ പൊങ്കാലയേ അല്ലല്ലോ. ഞങ്ങളുടെ ആരോഗ്യമന്ത്രി ഈ പൊങ്കാല ഇട്ട് ഞങ്ങൾ നേരുമ്പോഴെങ്കിലും അവരുടെ കണ്ണ് തുറന്ന് മനസ്സൊന്ന് തുറന്ന് ഞങ്ങളെ ചർച്ചയ്ക്ക് വിളിച്ച് ഞങ്ങളുടെ അവകാശങ്ങളെല്ലാം തന്ന് ഞങ്ങളെ ഈ തെരുവീതിയിൽ നിന്ന്, ഈ വെയിലത്തും കൊതുകടിയിൽ നിന്ന് ഞങ്ങളൊന്ന് രക്ഷിക്കണേ എന്നുള്ള ഒരൊറ്റ പ്രാർത്ഥനയാണ് ഞങ്ങൾക്കുള്ളത്. ഈ ബൈറ്റുകൾ തന്നെ പറയും, അതായത് അവർക്കതൊരു പ്രതിഷേധം എന്ന നിലയിലൊന്നും അല്ല, അതിനപ്പുറത്തേക്ക് ഭക്തിയോടുകൂടി പ്രാർത്ഥനയോടുകൂടി മന്ത്രിയുടെ മനസ്സലിയണേ എന്നൊരു പ്രാർത്ഥന എന്നാണ് ഒരു സമരക്കാർ പറയുന്നത്. നോക്കുക, എത്ര ഗതികേടാണെന്ന് നോക്കുക. 32 ദിവസമായി ഈ ചുട്ടുപൊള്ളുന്ന വെയിലിൽ അതിന് ഇടയിലെത്തിയ മഴയിൽ ആ മഴ ടാർപ്പാളിനൊക്കെ വലിച്ചു മാറ്റി ആ മഴ നനയിച്ച് ഈ സമരക്കാരെ ഉപദ്രവിച്ച് അങ്ങനെ സർക്കാർ ഇവരെ ഉപദ്രവിക്കാവുന്നതിന് പരമാവധി ചെയ്തു. അതിനുശേഷം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള തർക്കത്തിൽ ആ വിഷയത്തിൽ ഒരു തീരുമാനമാകാതെ നീണ്ടുപോകുന്നു. ഇന്ന് 32ാം ദിവസം ആറ്റുകാൽ പൊങ്കാല ദിവസം. സാധാരണഗതിയിലും ഈ സെക്രട്ടേറിയറ്റ് പടിക്കൽ പൊങ്കാല ദിവസം പല പ്രതിഷേധ പൊങ്കാലകൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അത് 1-2 പേർ ചേർന്ന്, അതല്ലെങ്കിൽ 3-4 പേരൊക്കെ ചേർന്നിട്ടുള്ള പൊങ്കാലകളാണ് പ്രതിഷേധ പൊങ്കാലയെ കണ്ടിട്ടുള്ളത്. ഇതാ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ സമരച്ചൂട്, ഈ പൊങ്കാല അടുപ്പിൽ തീ തിളയ്ക്കുന്നതിനേക്കാൾ ചൂടിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി ഇവിടെ നടക്കുന്ന സമരച്ചൂടായി പൊങ്കാല ദിവസവും തിരുവനന്തപുരത്ത് നടക്കുന്നു എന്നുള്ളതാണ്. അവരുടെ ന്യായമായ ആവശ്യങ്ങളാണ്. അതിലേറ്റവും
പ്രധാനപ്പെട്ട ആവശ്യം ഓണറേറിയ വർധനവാണ്. 7,000 രൂപ എന്ന തുച്ഛ ഓണറേറിയത്തിൽ നിന്ന് 21,000 രൂപയാക്കിയ ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്നുള്ളതാണ് ഒരാവശ്യം. 2, ഓണറേറിയത്തിന് ഏർപ്പെടുത്തിയിരിക്കുന്ന മാനദണ്ഡങ്ങൾ പിൻവലിക്കുക എന്നുള്ളതായിരുന്നു. അതിൽ ചില മാനദണ്ഡങ്ങൾ സർക്കാർ ഈ സമരത്തിന് ശേഷം പിൻവലിച്ചു. പിന്നീട് ഇവർക്ക് വിരമിക്കൽ ആനുകൂല്യം നൽകുക, പെൻഷൻ നൽകുക തുടങ്ങിയ ആവശ്യങ്ങളാണ്. അങ്ങനെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു സമരം തുടരുന്നതിനിടയിലെത്തിയ പൊങ്കാലയാണ്. അവർ ഒരേ സമയം ഭക്തിയും അതേസമയം സർക്കാരിന്റെ കണ്ണു തുറപ്പിക്കാനുള്ള പ്രാർത്ഥനയുമായി മുന്നോട്ട് പോകുന്നത്. പ്രവിത, മേഘ്ന. ശരി, സലീം മാലിക്കാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. ആശാ വർക്കേഴ്സ് അത്തരത്തിലുള്ള പ്രതിഷേധവും ഒപ്പം ഭക്തിയും കൂടി മന്ത്രിയുടെ മനസ്സലിയാനാണ് അവർ പൊങ്കാലയിടുന്നത്. ഓരോരുത്തർക്കും ഓരോരോ കാരണങ്ങളുണ്ട് പൊങ്കാലയിടാൻ. അപ്പം മന്ത്രിയുടെ മനസ്സലിഞ്ഞ് സർക്കാരിന്റെ മനസ്സലിഞ്ഞ് എത്രയും പെട്ടെന്ന് അവരുടെ ആവശ്യങ്ങൾ പരിഗണിക്കണം എന്നുള്ളതാണ് അവർ പറയുന്നത്. വലിയ ഗതികേടാണല്ലേ പ്രവിധ, അത്തരത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇങ്ങനെ പ്രതിഷേധ പൊങ്കാലയുമായി വരേണ്ട ഒരവസ്ഥ. അവർ ഈ നഗരത്തിന്റെ പല ഭാഗങ്ങളിലും പൊങ്കാല ഇടേണ്ടവരാണ്. പക്ഷെ ഇന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് ആ പ്രതിഷേധം മാറുന്നു എന്നുള്ളതാണ്. അത് എത്രയും വേഗം പരിഹരിക്കണം അല്ലേ? അത് തന്നെയാണ് ആവശ്യം.